ഇന്തോനേഷ്യയിലെയും കേരളത്തിലെയും പല സ്നാക്സും വളരെ സിമിലർ ആണ്. നമുക്കിന്ന് ആ സ്നാക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ സ്നാക്ക് നമ്മുടെ കപ്പലണ്ടി മിഠായാണ്. ഇതിന് എൻറ്റിൻ ഗെപ്പുക് എന്നാണ് പറയുന്നത് ഇന്തോനേഷ്യയിൽ. ഇത് ചൈനയിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് എത്തിയ ഒരു സ്നാക്കാണ്. ചെറിയൊരു എരിവും മധുരവും ഒക്കെ ഉള്ള ഒരു ക്രിസ്പി സ്നാക്ക്. രണ്ടാമത്തെ സ്നാക്ക് നമ്മുടെ അച്ചപ്പമാണ്. അച്ചപ്പത്തിൻ്റെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുള്ളതായിരുന്നു കെമ്പങ്കോയ. നമുക്ക് കിട്ടിയ പോലെ തന്നെ ഡച്ചുകാരുടെ അടുത്തു നിന്നാണ് ഇന്തോനേഷ്യക്കാർക്കും ഈ സ്നാക്ക് കിട്ടുന്നത്. ഈദിന് ഇന്തോനേഷ്യക്കാരുടെ ഒരു പ്രധാന ഐറ്റമാണിത്. ഇനി മലയാളികളുടെ വികാരമായ പൊറോട്ട. അതിന് ഇന്തോനേഷ്യയിൽ റൊട്ടി കാനായ് എന്നാണ് പറയുന്നത്. നമ്മുടെ പൊറോട്ടയിൽ കാണുന്ന പോലെയുള്ള അത്ര ഫ്ലേക്കി ലെയേഴ്സ് ഇതിന് കാണില്ല. പക്ഷേ പ്രിപ്പറേഷൻ മെത്തേഡ്സും ഇൻഗ്രീഡിയൻസും ഒക്കെ സെയിം ആണ്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള മുസ്ലിം മൈഗ്രൻസിൽ നിന്നാണ് ഇന്തോനേഷ്യയിൽ റൊട്ടി കാനായ് എത്തിയത്. അടുത്തത് നമ്മുടെ പഴംപൊരി. പിസൻ ഗൊരൻ എന്നാണ് ഇന്തോനേഷ്യയിൽ ഈ സ്നാക്ക് അറിയപ്പെടുന്നത്. നമ്മുടെ പഴംപൊരി 1905-ൽ കടമക്കുടിയിൽ ഒരു ചായക്കടയിൽ ജനിച്ചൊരു വിഭവമാണെന്നാണ് പറയുന്നത്. പിസൻ ഗൊരൻ പക്ഷേ അങ്ങനെയല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഇതിന്. പോർച്ചുഗീസ് ഡച്ചുകാരുടെ ഇൻഫ്ലുവൻസിൽ ഇന്തോനേഷ്യയിൽ 1500-കളിൽ ഉണ്ടായ ഒരു സ്നാക്കായിട്ടാണ് ഇതറിയപ്പെടുന്നത്. പോർച്ചുഗീസ് സ്നാക്കായ സോൺഹോഷ് ഡി ബനാന എന്ന ട്രഡീഷണൽ സ്നാക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയതാണ് പിസൻ ഗൊരൻ എന്നും പറയപ്പെടുന്നുണ്ട്. സോൺഹോഷ് ഡി ബനാനയിൽ സ്മാഷ് ചെയ്ത പഴത്തിൽ മുട്ടയും മാവും ചേർത്ത് വറുത്തെടുക്കാറാണ് ചെയ്യാറ്. അതിന് പകരം പഴം അങ്ങനെ തന്നെ മാവിൽ മുക്കി കുറിച്ചെടുത്താണ് പിസൻ ഗൊരൻ ഉണ്ടാക്കുന്നത്. അടുത്തത് നെയ്യപ്പമാണ്. കുയെ പിഞ്ഞാരം അഥവാ പിഞ്ചാരം എന്നെല്ലാമാണ് ഇന്തോനേഷ്യയിൽ ഈ സ്നാക്ക് അറിയപ്പെടുന്നത്. തമിഴ് മൈഗ്രൻസ് വഴി മലേഷ്യയിലേക്കും പിന്നീട് അവിടുന്ന് ഇന്തോനേഷ്യയിലേക്കും എത്തപ്പെട്ട ഒരു സ്നാക്കായിട്ടാണ് ഇതിന് പറയപ്പെടുന്നത്. അടുത്തത് ഏലാഞ്ചി. നമുക്കറിയാം, മലബാറിൻ്റെ വളരെ യുണീക്കായ ഒരു സ്നാക്കാണ് ഏലാഞ്ചി. ഏലാഞ്ചിക്ക് സിമിലറായ ഇന്തോനേഷ്യൻ സ്നാക്കാണ് ഡാഡർ ഗുലും. ഏലാഞ്ചി പോലെ തന്നെ തിൻ പാൻകേക്സ് ഉണ്ടാക്കി അതിനകത്ത് തേങ്ങയും ശർക്കരയുമുള്ള ഒരു മിക്സ് ഫില്ല് ചെയ്യുന്നു. ശ്രീലങ്കയിൽ പ്രചാരത്തിലുള്ള സുരുളപ്പവും ഇത് തന്നെയാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ജനിച്ച ഒരു ട്രഡീഷണൽ സ്നാക്കാണ് ചുരുളപ്പം. അപ്പോൾ ഇതുപോലുള്ള ഡിഷസിനും അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറീസിനും പ്ലീസ് ഡു ഫോളോ വിറ്റിൽ ഡേറ്റ്സ്.